ഞങ്ങൾ ഇന്ന് ചാർമിനാറിൽ പോയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഹൈദരാബാദ് വന്ന് ചാർമിനാർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ചാർമിനാറിൽ പോകുമ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്നത്. ഹസ്ബൻഡിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെണ്ണുങ്ങളൊക്കെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ്, വളകൾ, കമ്മലുകൾ, ബാഗ്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ, അത് നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിനെ കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് എന്ത് പറ്റി, എനിക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഒന്നും അത്ര ഇല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ അവിടെ എന്തൊക്കെ വാങ്ങിച്ചത് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ആമക്കുട്ടനെയാണ്. ഈ ആമക്കുട്ടന് 100 രൂപയുള്ളൂ. നല്ല രസമില്ലേ? പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ സെറ്റ് വളയാണ്. ഇത് ഞാൻ ഇങ്ങനെ മിക്സഡ് ആക്കി എടുത്തതാണ്. ബ്ലാക്കും റെഡും കൂടെയാണ്. ഇത് നമുക്ക് ധാവണിയുടെ കൂടെ സാരിയുടെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് പോകും. ഞാനൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. നല്ല കളറുള്ള അതിനൊക്കെ അടിപൊളിയായിട്ട് എറിച്ചിരിക്കും. പിന്നെ ഞാൻ വേറൊരു വള സെറ്റും കൂടെ വാങ്ങിച്ചു. അതെന്ന് പറയുന്നത് ഒരു മൾട്ടി കളറിൻ്റെയാണ്. ഇതാണ് വളത്, ഇതാണ് ആ സെറ്റ്. ഇതും നമുക്ക് ധാവണിയുടെ കൂടെയും പിന്നെ സെറ്റ് സാരിയുടെ കൂടെയും ഒക്കെ അടിപൊളിയായിട്ട് പോകും. നല്ല ഭംഗിയുണ്ട്. ഈ രണ്ടും വള സെറ്റുകളും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സെലക്ട് ചെയ്ത് തന്നതാണ്. കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും വേണമെങ്കിൽ കൊണ്ടുവെക്കോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഈ ഇമിറ്റേറ്റിംഗ് ജ്വല്ലറിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് 100 രൂപയുള്ളൂ. ഇത് നമുക്ക് വീണ്ടും പ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. ഇതും എനിക്ക് വേർത്തിട്ടായിട്ടാണ് തോന്നിയത്. നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റ് ചെയ്യാം. ഈ സെറ്റിന് 100 രൂപയുള്ളൂ. സോ ഇത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്താ വാങ്ങിച്ചത്, ഞാൻ കുറേ ക്ലച്ചറുകൾ വാങ്ങിച്ചു. എനിക്ക് ക്ലച്ചറുകളോട് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. മറ്റേ നമ്മുടെ എന്താ പറയുക, ചെമ്പകപ്പൂവിൻ്റെ സ്റ്റൈലുള്ള. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ലാത്ത വേറെ കുറച്ച് ക്ലച്ചസ് ഞാൻ വാങ്ങിച്ചു. ഇതെൻ്റെ മദറിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ 2 കമ്മല് വാങ്ങിച്ചു. ഇതെന്ന് പറയുന്നത് 270 ആയുള്ളൂ. ഇത് നമുക്ക് അരിയുടെ കൂടെയും ഓണത്തിനും വിഷുവിനും ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലാണ്. ഇത് ഐ തിങ്ക് 270 ഇത് നല്ല വേർത്തിട്ടാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇത് എത്രയാണ് പറഞ്ഞത്, ഇത് 400 മറ്റോ ആണ് പറഞ്ഞത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് 270 നമ്മൾ എടുത്തതാണ്. പിന്നെ ചാർമിനാറിൻ്റെ അകത്ത് ഷോപ്പുകളിൽ അവരെല്ലാം ഫിക്സഡ് റേറ്റ് ആയിട്ട് വെച്ചിരിക്കുക. നമുക്ക് ആ ഫിക്സഡ് റേറ്റിൽ നിന്ന് അവർ കുറച്ച് തരാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ പോകുമ്പോൾ ഏറ്റവും നല്ലത് ചാർമിനാറിൻ്റെ വെളിയിലുള്ള ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അവിടെ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വില പേശി കുറച്ച് നല്ല റേറ്റിന് വാങ്ങിക്കാൻ പറ്റും. ഇത് 150 ഞാൻ വാങ്ങിച്ചാണ്. ഇത് അടിപൊളിയാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണിത്. ഇത് അത്യാവശ്യം എല്ലാ സാരിയുടെ കൂടെയും അങ്ങനെ ഓവർ അല്ലാണ്ട് നമുക്കിപ്പം ഏതെങ്കിലും സാരിയുടെ കൂടെ ഒരു ചെറിയൊരു സാധനം ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കമ്മലുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഇതിന് ഒരു 50 രൂപയുള്ളൂ. നമ്മുടെ ഐലാഷസ് കേൾ ചെയ്യുന്ന സാധനമാണിത്. ഇത് വേർത്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് കേൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം കുഴപ്പമില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ചപ്പലാണ്. ഈ ചപ്പലിന് 130 ആയത്. ഇതും എൻ്റെ ഹസ്ബൻഡിൻ്റെ സെലക്ഷനാണ്. ഹസ്ബൻഡുമാരെ കൊണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് സെലക്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. പിന്നെ അത്യാവശ്യം നടക്കാൻ മടിയില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകണം. ഇച്ചിരി ഒരു കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ അയ്യോ കാല് കഴിച്ചു, വെള്ളം വേണം, ജ്യൂസ് വേണം എന്ന് കറിയുമ്പോൾ ഭർത്താക്കന്മാരെ കൂട്ടി പോകാണ്ടിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ 2 ബാഗ് വാങ്ങിച്ചു. ഈ ബാഗിന് 180 രൂപീസേ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ബാഗാണ്, ഒരു സ്ലിംഗ് ബാഗാണ്. ഇതിന് 180 രൂപീസേ ഉള്ളൂ. ഈ 2 ബാഗുകളും ഈ കമ്മലുകളുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേറെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന പോലെ എന്നെ തിരിച്ചു കൊണ്ടുപോയി. എനിക്ക് എല്ലാ കടകളും ഒന്നും എക്സ്പ്ലോർ ചെയ്യാനേ പറ്റില്ല. പക്ഷേ എല്ലാ കടകളും എക്സ്പ്ലോർ ചെയ്ത് തീരത്തുമില്ല. വെയിൽ കൊണ്ട് നടന്ന അവസാനം ക്ഷീണിച്ച് ഞങ്ങളൊരു 3-4 മണിക്കൂർ അതിനുള്ളിൽ ചെലവഴിച്ചു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ചാർമിനാറിൽ പോയി ഷോപ്പ് ചെയ്ത സാധനങ്ങൾ. ഇനിയും ഷോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമ്മതിച്ചില്ല. അതിൻ്റെ സങ്കടവും എനിക്കുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അത്യാവശ്യം ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ, നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് പോവുക. ഓക്കെ, ബൈ ബൈ.